ഇതാ ക്രസന്റ് വൈറ്റ് എന്നതിന് പേര് പറയാം. ഈ വൈറ്റിന് 1000 രൂപ വരെ വിലയുണ്ട്. നമ്മൾ അവിടെ നിന്ന് 1000 ഉറുപ്പ്യക്ക് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിലും കൂടുതൽ വിലയാവും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ ചിലവ് കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. പൂവിപണിയിൽ ഇപ്പം കുറച്ച് മന്തിപ്പാണുള്ളത്, കുറച്ച് വില കൂടുതലാണ്. കാരണം മഴയും കാര്യങ്ങളും മറ്റും ഇതര സംസ്ഥാന ആൾക്കാരെല്ലാം വന്നിട്ട് ആ വിപണി ഏകദേശം കൈയടക്കിയ പോലെയായിട്ടൊരു ശരിയായ രൂപത്തിൽ അത് നടക്കുന്നില്ല. മൊത്തമായിട്ട് എല്ലാത്തിനും വിലകളും ഇതും കൂടിയിരിക്കുന്ന ഒരവസരമാണ് ഉള്ളത്. അതുകൊണ്ട് അത് നോക്കിയിട്ടാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ പ്രാവശ്യം ഗണപതി ഹബ്ബ 27, 28, 29, 30 ദിവസങ്ങളിൽ ഈ ഗണപതി ഹബ്ബ പല ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലും വഴിവിട്ട് ഓരോ ദിവസം ഓരോ ഡേറ്റിനായിട്ട് നടന്നത് കാരണം പിന്നെ ചിക്ബലാപ്പൂർ, കലാസ്പാളയം മാർക്കറ്റ്, പിന്നെ ഇങ്ങനെ 2-3 സ്ഥലങ്ങളിൽ പൂവിന് വൈറ്റ്, ഇതാ ക്രസൻറ്റ് വൈറ്റ് എന്നതിന് പേര് പറയാം. ഈ വൈറ്റിന് 1000 രൂപ വരെ വിലയുണ്ട്. നമ്മൾ അവിടെ നിന്ന് 1000 ഉറുപ്പ്യക്ക് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിലും കൂടുതൽ വിലയാവും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ ചിലവ് കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്കൊരു ആകാംക്ഷ, ഇത് വില കുറയോ പൂവിന്. പക്ഷേ ഇന്നും ബാംഗ്ലൂർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വില കൂടുതലാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാകുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ട് നമ്മൾ പറയുന്ന ക്യാഷിന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. നമ്മളിതിപ്പം കളവല്ല പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ള ഏത് ഫാർമർമാരെ ലിങ്ക് എടുത്തു കഴിഞ്ഞാലും റേറ്റ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് പല ചാനലുകളിലും നിങ്ങൾക്ക് കാണപ്പെടും ഓരോ ഫ്ലവറിൻ്റെ റേറ്റ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ 10 ദിവസമായിട്ട് സ്റ്റേഡിയം കോർണറിലും ബസ് സ്റ്റാൻഡ് ഏരിയകളിലും മൊത്തമായിട്ട് പൂവിപണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ 10 ദിവസത്തെ കച്ചവടത്തിൻ്റെ അടുക്ക ആകെ ആദ്യം തുടങ്ങിയ 6 ദിവസവും മഴയായിരുന്നു. ആ മഴയിൽ ഞങ്ങൾക്ക് വമ്പനായ നഷ്ടം വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പുറത്തിറങ്ങിയില്ല, പൂ മോശമായിപ്പോയി. അങ്ങനെ കുറേ എല്ലാ കച്ചവടക്കാർക്കും, ഞാനടക്കം മുഴുവൻ കച്ചവടക്കാർക്കും 1,50,000 70,000 പോയ കൂട്ടറുള്ളത്. ഇനി ഈ ഒരു 3 ദിവസത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വിപണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാധനങ്ങൾ കുറച്ച് ഡിമാൻഡാണ്, സാധനങ്ങൾ വരുന്നത് കുറവാണ്. മറ്റുള്ള ഇതുകൊണ്ട് മഴയും പ്രശ്നങ്ങളും മറ്റേതെല്ലായതുകൊണ്ട് ഇത് മന്ദഗതിയിലാണ് ബിസിനസ് മേഖലയായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂവിൻ്റെ നിലവാരമെല്ലാം വളരെ ഡൗണാണ്. കച്ചവടമെല്ലാം വളരെ ഡൗണാണ്. പൂവിനെല്ലാം കുറച്ച് ഭയങ്കര പൈസ കൂടുതലാണ് ഇപ്രാവശ്യം. അതുകൊണ്ട് ആൾക്കാരോട് എങ്ങനെ പറയൂ എന്നുള്ള ഇതില്ല, നമ്മളൊന്ന് ആശങ്കയിലുള്ള. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ കച്ചവടത്തിന് പൂർണ്ണമായിട്ടും ബാധിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ്സിനും ഒരു നല്ല അടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിനെയും കാട്ടിയൊക്കെ പൂവ് ഇപ്രാവശ്യം വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം നല്ലോണം എല്ലാ സ്ഥലത്തും കണ്ടമാനം പൂക്കളുണ്ടായിരുന്നു.
ആ അതുകൊണ്ട് ഇപ്രാവശ്യം വളരെ പൂ കുറവാണ്. അതുപോലെ പിന്നെ പൈസയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആ പൈസ റേറ്റിലും കുറച്ച് ജാസ്തിയുണ്ട്. ആ എല്ലാ പൂവിനും കുറച്ച് പൈസ ജാസ്തി അല്ലാണ്ട് ഇത് അതിൻ്റെ എക്സ്പെൻസും കാര്യം അതും ഇതെല്ലാം കൂടുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ജാസ്തി പൈസ തന്നെയാണ്. എന്നാൽ ആൾക്കാർ മേടിക്കുന്നുണ്ട്. ആൾക്കാർ അത്യാവശ്യം വാങ്ങുന്നുണ്ട്. വാങ്ങാണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. ആ അവർ കാര്യങ്ങൾ നടക്കണമല്ലോ. ആഘോഷമാണല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ പൂക്കളിൻ്റെ കച്ചവടം കുറച്ച് കുറവാണ് മഴ കാരണം. പിന്നെ വിലയും കൂടുതലാണ്. അവിടെ ഉത്സവം ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ പൂവിനെല്ലാം കുറച്ച് ടൈറ്റാണ്, കുറച്ച് വില കൂടുതലാണ് അവിടെ. എല്ലാ വർഷവും കൊണ്ടുവരുന്ന ആളാണ്. നമ്മളെല്ലാ കൊല്ലവും ഇവിടെ വെക്കുന്നതാണ്. എല്ലാ കൊല്ലവും ഇവിടെ ഇപ്പോൾ കുറവാണ്. പണിയും കുറവാണ്. ഒന്നാമത് മഴ കാരണം സ്കൂൾ മത്സരവും കുറവാണ്. എല്ലാം കുറവാണ് ഇപ്രാവശ്യം. കാലം കൊണ്ടാണ് മൊത്തം ബാധിച്ച്. പ്രത്യേകിച്ച് മഴയാണ്. ഈ ന്യൂനമർദ്ദം ഉണ്ടാകുന്ന ടൈമിലാകുമ്പോൾ ഇത് നമുക്ക് 10 ദിവസങ്ങൾ ആഘോഷം മാത്രമല്ല, എല്ലാവർക്കും കൂടെ ഒരു സന്തോഷത്തിന് വേണ്ടി, ഹാപ്പി ഓണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ പൂക്കൾ. വേറൊന്നുമില്ല. നമുക്ക് മനസ്സമാനത്തിന് എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാവർക്കും സന്തോഷം മാത്രം. വാ ഏട്ടാ, ഹാപ്പി ഓണം. വാ. ഇപ്രാവശ്യത്തെ വിപണി എങ്ങനെയാന്നിട്ട്? വളരെ മോശം. നമ്മുടെ മലയാളിക്ക് ഒരു 1 ലക്ഷം രൂപ ഈ 3 ദിവസത്തെ കച്ചവടം. അതെ, മഴയെല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട്. അവിടെ സാധനത്തിന് വില ഇവിടെ വിലക്ക് കിട്ടാൻ കഴിയില്ല. അപ്പോൾ വളരെ മോശമായിട്ട് പോകും. അതെ, അപ്പോൾ ഏകദേശം തീർന്നു പോകും. എടുത്തതിലും നാട്ടിയിട്ടാണ് ബുക്കേണ്ടി, കൊണ്ടതിലും നാട്ടിയിട്ടാണ് ഇവിടെ കച്ചവടം. അതെ, വേറെ രക്ഷയില്ല. എടുത്ത തീർക്കണല്ലോ അല്ലേ? തീർക്കണം. ഒരു രക്ഷയില്ല. അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ഇപ്പോൾ ഇപ്രാവശ്യം വളരെ അബദ്ധം. ആളും കുറവാണ്, കച്ചവടം കുറവാണ്, എല്ലാം കുറവാണ്. അപ്പോൾ വന്ന് വരുന്ന സാധനം വിറ്റ് ഒഴിവാക്കണം. അതെ, അതാണ് ഒരാൾമാർ കൂലി കൈമന്ന് കൊടുക്കേണ്ടി വരും. ഒരാൾമാർ കൂലി കൈമന്ന് കൊടുക്കേണ്ടി വരും. സാധനം നഷ്ടപ്പെട്ട് വേറെ കൂലി വാർത്തയാണ്. അതെ അതെ.
Up.